ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഹെൽമെറ്റിനെ കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും തന്നെ ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പം ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എപ്പിസോഡ് ഓഫ് YW വ്ളോഗ്സ്, ദി കിങ് ഓഫ് വ്ളോഗേഴ്സ്. ഗൈസ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ നല്ല കിടിലം മഴയാണ്, കൂടാതെ തന്നെ എനിക്ക് പനിയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങൾ കാണും വീഡിയോയ്ക്ക്. പിന്നെ ഇന്നലെ നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിരുന്നില്ല. അതിൻ്റെ കാര്യം പനി ആയതുകൊണ്ടാണ്. കമ്മ്യൂണിറ്റി ടാബിൻ്റെ അതൊരു പോസ്റ്റ് ഇടാൻ പോലും ഉള്ളൊരു മൂഡില്ലായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ ഇന്ന് വീഡിയോ പോലും ചെയ്യാത്തതിൻ്റെ കാര്യം പനി ആയതുകൊണ്ടാണ് ഗൈസ്. എന്തായാലും നമുക്ക് ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഗൈസ്, ഞാൻ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നതാണ്. സ്റ്റാർട്സിൻ്റെ തണ്ടർ എന്ന് പറയുന്നൊരു മോഡൽ ഹെൽമെറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം എനിക്ക് ഒത്തിരി നാളത്തെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ പോയി മേടിച്ചൊരു ഹെൽമെറ്റാണ് ഈ തണ്ടർ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോഴത്തേന് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അതായത് ഹെൽമെറ്റ് തലയിലേക്ക് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇതുപോലത്തെ ഒരു സ്കാർഫോ അല്ലെങ്കിൽ ഒരു ടവലോ വല്ലോ ഉപയോഗിച്ച് നമ്മുടെ തലയൊന്ന് ജസ്റ്റ് കവർ ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ മുടിയൊക്കെ കൊഴിയാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണെന്നല്ല, നമ്മുടെ മുടി ഉറപ്പായിട്ടും കൊഴിയും. അത് ഏത് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിലും ഇതുപോലത്തെ സ്കാർഫുകൾ ഉപയോഗിക്കുക. പിന്നുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി ചിലപ്പോൾ നരയ്ക്കും, ചൂട് കാരണം. അങ്ങനെയുള്ള ഒത്തിരി പ്രോബ്ലങ്ങളുണ്ട് ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ഹെൽമെറ്റ് ഉപയോഗിക്കാതെ പുറത്ത് പോകാൻ പറ്റത്തില്ല ഗൈസ്. പോലീസ് കണ്ടാൽ പെറ്റിയടിക്കും. അതുപോലെ തന്നെ നമ്മുടെ തലയാണ് നമ്മൾ എപ്പോഴും സേഫ്റ്റി ആയിട്ട് വെക്കേണ്ടതാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം ഗൈസ് എനിക്ക് പറയാനായിട്ടുള്ളത്, ഹെൽമെറ്റ് എടുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അതായത് ഇപ്പം ഞാൻ എൻ്റെ ഹെൽമെറ്റ് വെക്കുന്ന പെരയ്ക്കകത്താണ്, അതായത് വീട്ടിൽ എൻ്റെ സെൽഫിൻ്റെ അകത്താണ് ഞാൻ ഈ ഹെൽമെറ്റ് സൂക്ഷിക്കുന്നത്. പക്ഷേങ്കിൽ ചില ആൾക്കാരുണ്ട് വീടിൻ്റെ മുറ്റത്തൊക്കെ ഹെൽമെറ്റ് വെച്ചിട്ട്, അതായത് തിണ്ണയിലൊക്കെ വെച്ചിട്ട് പോകുന്നവരുണ്ട്. അപ്പം അവരോടാണ് ഈ ഒരു ടിപ്പ്. അതായത് നിങ്ങൾ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്കുന്നതിന് മുമ്പ് ഹെൽമെറ്റിൻ്റെ അകം നല്ല വൃത്തിക്ക് ചെക്ക് ചെയ്യുക. അതായത് കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അതിനകത്ത് വല്ലോ പാമ്പോ പഴുതാരയോ പല്ലിയോ പാറ്റയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറിയിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഹെൽമെറ്റ് നല്ല വൃത്തിക്ക് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എല്ലാവരും എടുത്ത് തലയിലേക്കൊക്കെ വെക്കാനായിട്ട് പോവുക. ഇല്ലെങ്കിൽ ചിലപ്പം ഇറ്റ്സ് ടു ഡേഞ്ചർ. ബാക്കിയൊന്നും പറയുന്നില്ല, ഇറ്റ്സ് ടു ഡേഞ്ചർ. അതുകൊണ്ട് എല്ലാവരും ഹെൽമെറ്റ് എപ്പോഴും ചെക്ക് ചെയ്യാതെ ഒരിക്കലും വെക്കരുത്. പിന്നെ ഹെൽമെറ്റ് ഞാൻ ഈ ഹെൽമെറ്റ് മേടിക്കാനായിട്ടുണ്ടായ കാര്യം കൊണ്ട് നിങ്ങളോട് പറയാം. ഞാൻ ഈ ഹെൽമെറ്റ് മേടിക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഹെൽമെറ്റ് ഒന്നും ചെയ്യത്തില്ലായിരുന്നു. നമ്മുടെ വ്ളോഗിങ് വീഡിയോയിൽ മാത്രമായിരുന്നു ഞാൻ ഹെൽമെറ്റ് സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഹെൽമെറ്റ് യൂസ് ചെയ്യത്തേയില്ല. അങ്ങനെ യൂസ് ചെയ്യാതിരുന്നിരുന്ന് 1-2 തവണ എനിക്കിത് നൈസായിട്ട് പെറ്റി കിട്ടി ഗൈസ്. 1000 രൂപ കണ്ണിൽ കൂടെ പോയി. അപ്പം ആ ഒരു വിഷമത്തിൻ്റെ പുറത്താണ് ഞാൻ പോയി ഹെൽമെറ്റ് മേടിക്കുന്നത്. ഹെൽമെറ്റ് മേടിച്ചു. അന്ന് വലിയതായിട്ട് ആഗ്രഹമായിരുന്നു ഒരു ഹെൽമെറ്റ്, നല്ലൊരു ബ്രാൻഡഡ് ഹെൽമെറ്റ് ആഗ്രഹമായിരുന്നു. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തും കൂടെ പോയാണ് ഈ തണ്ടറിൻ്റെ ഹെൽമെറ്റ് ഞാൻ മേടിക്കുന്നത്. എന്തായാലും ഞാൻ ഉപയോഗിച്ചിട്ടിൻ്റെ ഒരു റിവ്യൂ പറയുവാണെങ്കിൽ, ഞാനിപ്പോൾ ഏകദേശം മേടിച്ചിട്ട് ഒരു 2 മാസം അടുത്തായി. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ കൊള്ളാം, പൊളി സാധനം, ഒരു രക്ഷയില്ല ഗൈസ്, കിടിലൻ സാധനമാണ്. അപ്പോൾ എല്ലാവരും ഈ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ സേഫ്റ്റി നമ്മളെപ്പോഴും നോക്കണം. അതുകൊണ്ട് 2 കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുക. ഇന്നെന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുവാണ്. നാളെ നമുക്ക് ഇതിനേക്കാളും നല്ലൊരു കിടിലൻ കണ്ടൻറ്റുമായിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻസിൽ പിഷാജി ഫ്രം YW വ്ളോഗ്സ് സൈനിങ് ഓഫ് ചെയ്യുമല്ല. അതിന് മുമ്പ് നിങ്ങൾ വേറൊരു കാര്യം ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തൊരു ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ഡിസ്ലൈക്ക് ചെയ്തു. പിന്നെ ഡിസ്ലൈക്ക് ചെയ്യുന്നവരോടൊരു കാര്യം, എന്ത് കാരണത്താലാണ് നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തതെന്ന് ജസ്റ്റ് എന്നോടൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്തവരും നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതേപോലെ തന്നെ സജഷൻസും കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ തന്നെ എന്നെ അറിയിക്കുക. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നാളെ നമുക്ക് ഇതിനേക്കാളും നല്ലൊരു കിടിലൻ കണ്ടൻറ്റുമായിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻസിൽ പിഷാജി ഫ്രം YW വ്ളോഗ്സ് സൈനിങ് ഓഫ് വിത്ത് പീസ്.